ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഇവിടുത്തെ മലയാളികളും, അതായത് ഇവിടെ ജോലിക്ക് വരുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കുണ്ടല്ലോ, ഒരു റിലാക്സേഷന് വേണ്ടി അവർ പോകുന്ന ഒരു കിട്ടില്ല സ്ഥലമാണ്. അതായത് പുതിയ സ്ഥലത്തിൻ്റെ പേരാണ് ജോളിവുഡ്. അപ്പോൾ ജോളിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നമ്മുടെ എന്നാ പറയുക, രാമോജി ഫിലിം സിറ്റിയുടെ ഒരു ചെറിയ ഫോം പോലെ, അതുപോലെ ഒരുപാട് പാർക്കുകളും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള അടിപൊളി പ്ലേസാണ്. അപ്പോൾ ജോളിവുഡിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം ഫാമിലിക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇടിച്ച് വണ്ടിയെ കയറിയിട്ടുണ്ടല്ലേ. ഇവിടുന്ന് 1.5 മണിക്കൂർ അടുത്തുണ്ട് യാത്ര. 10 മണിക്കാണ് ഓപ്പൺ ആകുന്നത്. വൈകുന്നേരം 8 മണി വരെ അല്ലേ ആൽബിൻ്റെ സമയം? 6:30 വരെയാണ് എൻ്റെ അത്. വൈകുന്നേരം ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാട്ടർ ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. ഒരാൾക്ക് വരുന്നത് 1100 രൂപ ആണ്. നമുക്ക് വലിയ ആൾക്കാർക്ക്, കുട്ടികൾക്ക് 900 അല്ലേ? കുട്ടികൾക്ക് 900 രൂപയാണ് ഒരു ദിവസത്തേക്ക് അവർ ചാർജ്. സീനിയർ സിറ്റിസന് ഓഫർ ഉണ്ട് കേട്ടോ. 900 അല്ല, 800 അല്ലേ? 850 ആണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പൊ തന്നെ നേരെ ജോളിവുഡിലേക്ക് വാ. അപ്പൊ ഇതാണ് കേട്ടോ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ. കെങ്കേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈസൂരിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. പുതിയ കിട്ടില്ല റോഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നമുക്ക് കെങ്കേരി വരെ വരാനുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ. അവിടുന്ന് പറന്നു പോവാം. നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറുള്ള യാത്രയായിരുന്നു. വലിയ രാവിലെയാണ്, ഞായറാഴ്ചയാണ്, വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ജോളിവുഡിൻ്റെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കയറി ഒരു എൻട്രൻസിൽ തന്നെ 2 വലിയ ആനകളൊക്കെ ഉണ്ട് കേട്ടോ. ആനയുടെ പ്രതിമയാണ് കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ബാൻഡ് കിട്ടും, നമ്മുടെ കയ്യിലങ്ങണം കേട്ടോ. അതുപോലെ സീനിയർ സിറ്റിസന് എക്സ്ട്രാ പേയ്മെൻറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇറങ്ങി പോകുന്നിടം വരെ നമ്മുടെ കയ്യിൽ ഇത് കാണണം കേട്ടോ. എല്ലാവർക്കും കിട്ടി, അവക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. അന്നെ മോളെ ഹാപ്പി ആയോ? പിന്നല്ല. അടിപൊളി 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 അടിപൊളി. നമ്മള് ബാൻഡൊക്കെ ഇട്ടു, നമ്മളെ ഭാഗത്തോട്ട് കയറും കേട്ടോ. ഹായ് ഹായ് ഹായ്. കയറുമ്പോൾ നമ്മളൊരു കിട്ടില്ല ഡാൻസും പരിപാടിയും, പിന്നെ ഒരുപാട് സൂപ്പർമാനും അതുപോലെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. കാരണം ഇതിന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ പുറകിൽ ഒരുപാട് സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളുണ്ട്. ശരിക്കൊരു ഫിലിം സിറ്റിയുടെ ഒരു മോഡലാണ് ഇവരുണ്ടാക്കി വെച്ചത്, ജോളിവുഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിലെ പിള്ളേരൊക്കെ ഒരുപാട് പേര് എക്സ്കർഷനും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അകത്തോട്ട് പോവാണ് കൂടുതൽ കാഴ്ചകൾ തേടി. അതായത് സ്ഥലം കൊള്ളാം കേട്ടോ. 19 കിലോമീറ്റർ സഞ്ചരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന ചൂടുണ്ടെങ്കിലും എന്നാലും ഈ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും അനുഭവിക്കപ്പെടുന്നില്ല. ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ കൂട്ടത്തിലെ 2 വീരന്മാർ അമ്പ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താവും ഇപ്പോൾ അറിയാം.
അവിടെയൊക്കെ നിൽക്കുന്നവർ മാറിക്കോണം. ഓ പിന്നെ അല്ല, ഗുഡ് ഗുഡ് ഗുഡ്. അമ്പ് ഞാൻ ചെയ്ത് കേട്ടോ അവിടെ കിടക്കുന്നത്. ഇവിടെ എത്തുന്ന ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുണ്ടല്ലോ ഒരുപാട് ഗെയിംസ്, അതായത് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിംസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ സെക്ഷൻ മുഴുവൻ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. സ്ലൈഡുണ്ട്, അതുപോലെ തന്നെ അവർക്ക് സൈക്കിള്, അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലിയായിട്ട് പേരൻസിന് ഹാപ്പിയാണ്, ഒരുപാട് സമയം ഇവിടെ തന്നെ ചിലവഴിക്കും. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ നിൽക്കരുത്, ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ എന്നാ പറയുക, കുട്ടികൾക്ക് ഏതായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും. ഒരു ദിവസം അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു 12 മണിയായോട്ടോ. ഇത് ഓടി നടന്ന് കണ്ടില്ലെങ്കിൽ കണ്ടു തീർക്കാൻ പറ്റത്തില്ല, അതുപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നാണ് ഒരു ചാപ്പി കുടിക്കാൻ വേണ്ടി കേട്ടോ. ഓ ഓ ഓ അതും കൂടെ പിടിക്കവനെ, പിടിക്ക്. ആ ഇടിക്കോ. ഓ ഇടിച്ചോ, ഒറ്റ ഇടി കൊടുത്ത്. ആ വേണ്ട, കളിക്കും. നമ്മളൊരു കാപ്പിയെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഡൈനോസറിനെ കണ്ട്. അവിടെ നമ്മൾ കയറാൻ പോകുന്നത് ഇനി ട്രെയിനിലേക്കാണ് കേട്ടോ. അത് നമ്മുടെ എന്നാ പറയുന്നത്, ഒരു ദിനോസർ ജുറാസിക് പാർക്കിലേക്ക് ട്രെയിൻ പോകുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വാ പോയി നോക്കാം. അപ്പോൾ ഞാടെ ജുറാസിക് പാർക്കിലൂടെയുള്ള ഒരു യാത്ര ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകണം കേട്ടോ. എല്ലാവരും പുറകിലുണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്ന സ്കൈ സൈക്കിളാണ് കേട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും സെറ്റായിട്ടുണ്ട് ഇവിടുന്ന് കേട്ടോ. അതെല്ലാം ഈ പാക്കേജിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ മേലോട്ട് കയറുവാണ്. 80 കിലോ ഭാരമുള്ളവർ വരെയാണ് ഇതിൻ്റെ മാക്സിമം വെയിറ്റ് അവർ അനുവദിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ 82 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 80 എന്നൊക്കെ പറഞ്ഞ് കയറി. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇത് സൈഡിലോട്ടൊരു ചെരുവ് പോലെ വരും. അപ്പം സ്പീഡ് ചവിട്ടുക. അപ്പോൾ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ കയറുന്നവർക്ക് സ്പീഡ് ചവിട്ടാൻ ശ്രമിക്കുക. കയറുന്നിടം വരെ നമ്മുടെ വിചാരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങ് പോരും എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചവിട്ടിയാൽ മാത്രമേ നമ്മൾ ഇപ്പുറത്ത് വരത്തുള്ളൂ കേട്ടോ. വള്ളവശ്ശേരിക്കാർക്ക് വേണ്ടി ആൽവിൻ, ഓയ് ഇവിടെ നോക്ക്, ഇവിടെ തൊട്ടു, തൊട്ടില്ല, തൊട്ടു, തൊട്ടില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ റെഡി. നമ്മുടെ ലഞ്ച് ടൈമാണ് കേട്ടോ.
നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ബിരിയാണിയും നമ്മുടെ സൗത്ത് ഇന്ത്യൻ നോൺ വെജ് താലിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 180 190 റേറ്റ് വരുന്നത്. പക്ഷെ കുപ്പിവെള്ളം 60 രൂപയാണ് കേട്ടോ. 60 രൂപയാണ് ഒരു കുപ്പിവെള്ളത്തിന്. അപ്പം പിന്നെ കഴിക്കാമല്ലേ? അത് കഴിച്ചിട്ട് ഈ വെള്ളത്തിലേക്കൊരു ചാട്ടമുണ്ട് അല്ലേ, അതിനുശേഷം വീട്ടിൽ പോകും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഊഞ്ഞാൽ കറങ്ങാനുണ്ട്, കുറേ കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ചാടണം. വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല. ഒരുപാട് സംഭവങ്ങൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ഇവിടെ അതിൻ്റെ അകത്ത് 190 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ബിരിയാണിക്കകത്തൊക്കെ ഒരുപാട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ മതി. ഇതിനകത്ത് പുറത്തുനിന്ന് നമ്മൾ ഫുഡൊന്നും ഇവർ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ എൻട്രൻസിൽ തന്നെ ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബൊഫേ ഉണ്ട്. ഒരാൾക്ക് 610 രൂപ കേട്ടോ. അൺലിമിറ്റഡ് ആണ്, എല്ലാ സംഭവം ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറത്ത് തന്നെ പിന്നെ ബർഗർ വേണേൽ ബർഗറുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുഡിന് ഏകദേശം 190 120 വരത്തുള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് കേട്ടോ. ടൈറ്റാനിക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ തന്നെ ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ നമ്മളെ ആദ്യം കാത്തിരിക്കുന്നത് ടൈറ്റാനിക് എന്ന ഷിപ്പിൻ്റെ ചെറിയൊരു മോഡലാണ് കേട്ടോ. പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് കിട്ടില്ലാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ അകത്തേക്ക് നമ്മളെ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതേടെ നമ്മുടെ കപ്പലിൻ്റെ ഫ്രണ്ടിലത്തെ വലിയ പങ്ക, അതിന് നമ്മളെക്കാളും രണ്ടിരട്ടി വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഹൈറ്റുള്ളൊരു വലിയൊരു പങ്ക. പിന്നെ നേടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെയറുണ്ട്. അത്തൊരു കോട്ടും കാര്യങ്ങളും തൊപ്പിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത്തൊന്നും തൊടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എൻജിൻ റൂം, അതായത് കപ്പലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സെറ്റപ്പിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചിത്രങ്ങളാണ്. നമ്മൾ കപ്പലിനുള്ളിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻജിൻ റൂമും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അടുത്ത പോർഷൻ നമ്മൾ തന്നെ കടലിനടിയിൽ കിടക്കുന്ന ടൈറ്റാനിക് അകത്തോടെ നമ്മൾ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ശരിക്കും ആ സിനിമ കണ്ടാൽ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ കപ്പലിൻ്റെ അന്നത്തെ ചരക്ക് നീക്കവും കാര്യങ്ങളും, ആൾക്കാർ ലഗേജൊക്കെ മാറ്റി വെക്കുന്നതും, അതുപോലെ തന്നെ കപ്പലിനകത്തെ ബെഡ്റൂമിൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് കേട്ടോ. ടൈറ്റാനിക് എന്നുള്ള ഒരു സിനിമ മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഈ പുറകെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന എല്ലാ റിലേറ്റഡ് ഈ ഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ ആണ് കേട്ടോ. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ടൈറ്റാനിക് ആകുന്ന ആ വലിയൊരു ഇംഗ്ലീഷ് മൂവി മാത്രമാണ്. പക്ഷേ ഒന്നല്ല, ഒരുപാട് ചിത്രങ്ങൾ ഇത് ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് മിറർ ഹൗസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് കയറിയ അവിടെ നിന്ന് എക്സിറ്റിൽ വന്നിറങ്ങുക, അതാണ് ഇതിൻ്റെ ഗെയിം. അതെങ്ങനെ ഇറങ്ങാന്നുള്ളതാണ് നമ്മുടെ നോക്കുന്നത് കേട്ടോ. എടാ നീ പോലെ കേട്ടോ. ഇത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അത് എവിടെയാണ്? അതെ, ലിറ്റൊക്കെ പോകുന്നു. അതാണ്ടാ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്നൊന്ന് ആലോചിച്ചു. ഇത് ഫുള്ള് കണ്ണാടി കേട്ടോ. ആ ഇത് കണ്ടോ? ഇത് ഓപ്പൺ കേട്ടോ. കണ്ണാടി അല്ലായിരുന്നു. കണ്ണാടി അല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാരും പിടിച്ച് കണ്ണാടിയിൽ ഒരു ചെളി ഉള്ളതുകൊണ്ട് മാത്രം. അത് കണ്ണാടിയാ. ഇവിടെ കണ്ണാടി ഇല്ല. ഇത് ഭയങ്കര കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ്. ഇത് എന്നാ ഇതല്ല, നോക്കി പോണം, ഇടിച്ചിടിച്ച് പോണം കേട്ടോ. പുറത്തെ വെട്ടം കണ്ടു. അങ്ങനെ അതിസാഹസികമായി കുറച്ചു നേരത്തെ ആറെങ്ങോട്ടും കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ തന്നെ വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കൊരു ബീച്ചും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ഏരിയയാണ് കേട്ടോ. ഇവിടെ ചെറിയ 2 സ്ലൈഡും പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ആണെങ്കിലും നമ്മുടെ മുട്ടിന് താഴെ അത്രയും വെള്ളം താഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഇതിന് ഡ്രസ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഇവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പേരുള്ള ബനിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 300 രൂപയാണ് സെറ്റിനൊക്കെ വരുന്നത്.
അതുപോലെ തന്നെ മൊബൈലിന് നമ്മളൊരു കവർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ലാരിറ്റി എല്ലാം കുറവ്. അതായത് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കവർ കിട്ടും. അതാകുമ്പോൾ നമ്മൾ സ്ലൈഡിലൊക്കെ പോയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് വീണാൽ പോലും നമുക്ക് മൊബൈലിന് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതാണ്ട് അതൊക്കെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതാണ്ട് കുട്ടികളുടെ ഒരു ഏരിയ, അതിനപ്പുറത്ത് അതാണ്ട് വിശാലമായിട്ടുള്ള നമ്മുടെ കടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞ് കടലും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളില്ല കേട്ടോ ജോളിവുഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈഡുകളൊക്കെ പെട്ടെന്ന് കിട്ടും. അതാണ് മറ്റേ വണ്ടർലാ പോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ക്യൂ പാലിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ അത്ര ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൈഡുകൾ എടുത്ത് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അങ്ങനെ വെള്ളത്തിച്ചാട്ടം എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അങ്ങനെ തിയേറ്ററിലേക്ക് പോവാണ്. വലിയ ആന സംഭവമൊന്നുമില്ല, 3-4 റൈഡ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല, പിന്നെ വണ്ടർലാ ഒക്കെ പോകുന്നവർക്ക് അത്ര ഒന്നും വരത്തില്ല. ഒരു സെക്കൻഡ് ഓപ്ഷൻ അതാണ് അല്ലേ. വണ്ടർലാ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഒരു ഷോ ഉണ്ടല്ലേ തിയേറ്ററിൽ, അപ്പോൾ അത് പോയി അറ്റൻഡ് ചെയ്യുകയാണ്. പിന്നെ ഇടയ്ക്ക് മൊബൈൽ ചാർജ് തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്ന് അർമാദിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല. അല്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ തിരക്കില്ല. സത്യം നമ്മൾ തുടക്കത്തിൽ ആ എൻട്രൻസ് ഒക്കെ കണ്ടപ്പോഴേക്ക് ഒരുപാട് പേരുണ്ടെന്ന് വിചാരിച്ചു. പറഞ്ഞു വലിയ ആളോ തിരക്കോ ഒന്നുമില്ല. ഇന്ന് ഞായറാഴ്ച അല്ല ശനിയാഴ്ച ആയിട്ട് പോലും വമ്പൻ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റൈഡൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാം. അതാണ് ആകപ്പാടുള്ളൊരു ഗുണം. ബാ, ഇനി രാത്രി 6:30 ഒരു വാട്ടർ അല്ലല്ലേ ഫൗണ്ടൻ ഉണ്ടല്ലേ, അതോടെ കണ്ടിട്ട് നമ്മൾ തിരിക്കും. ഒരു കുന്ന് കയറി വരേണ്ട കാഴ്ചയാണെന്നല്ല, ചുമ്മാ ചെറിയൊരു മോഡൽ മാത്രമേ ഉള്ളൂ. അത് കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഫുൾ ടവറൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും പോലില്ല. ചെറിയൊരു അത്ര കമ്പി കൊണ്ടൊരു സംഭവം, മിനിയേച്ചർ ആണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ജോളിവുഡിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു ദിവസം തകർക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാട്ടർ സ്പോർട്സൊക്കെ അത്ര വലിയ കുഴപ്പമില്ല, ഒരു അത്ര ആവറേജ് ആണെങ്കിലും ഉണ്ടല്ലോ, അവസാനത്തെ ഒരു ഡാൻസും ലൈറ്റ് ഷോയും കൂടെ നമ്മളെ ഹാപ്പിയാകും. അപ്പോൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഒതുക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളി. എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ്.
അപ്പോൾ ബാംഗ്ലൂരിലുള്ളവരും ബാംഗ്ലൂർ വരുന്നവരും എല്ലാം ട്രൈ ചെയ്യുക. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാംഗ്ലൂർ കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.